ഹായ്, ഞാൻ അദീബ്. ഇന്നത്തെ ഈ വീഡിയോയിൽ വൺപ്ലസിനെ കുറിച്ചും വൺപ്ലസ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആണ്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വൺപ്ലസ് ഫാൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പീറ്റ് ലോ കാൾപേ എന്ന രണ്ട് പേര് ചേർന്നാണ് ഡിസംബർ 2013 വൺപ്ലസ് എന്ന സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഹൈ എൻഡ് ക്വാളിറ്റിയിലും ലോവർ പ്രൈസിലും ഒരു ബെസ്റ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നിർമ്മിക്കണമെന്നായിരുന്നു വൺപ്ലസിന്റെ ഗോൾ. അങ്ങനെ വൺപ്ലസ് 2014 വൺപ്ലസ് വൺ എന്ന അവരുടെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കി. ഇന്ന് വൺപ്ലസ് ടോപ്പ് പ്രീമിയം സ്മാർട്ട് ഫോൺ ബ്രാൻഡായി വളർന്നിരിക്കുകയാണ്. പീറ്റ് ലോ ആണ് വൺപ്ലസിന്റെ കറന്റ് സിഇഒ. പീറ്റ് വൺപ്ലസ് സ്റ്റാർട്ട് ചെയ്തതിനു മുമ്പ് ഓപ്പോ ഇലക്ട്രോണിക്സിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വൺപ്ലസ് എന്ന ബ്രാൻഡിന്റെ മെജോറിറ്റി ഷെയർസ് ഇന്ന് ഓപ്പോ എന്ന കമ്പനിയുടെ കൈകളിലാണ്. ഈ ഓപ്പോ, വിവോ, വൺപ്ലസ്, റിയൽമി, ഐക്യു ഈ 5 സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും BBK ഇലക്ട്രോണിക്സ് എന്ന ഒരു കമ്പനിയുടെ കീഴിലാണ് വരുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് വൺപ്ലസ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഈ വൺപ്ലസ് വൺ എന്ന മോഡലാണ് വൺപ്ലസ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത ഡിവൈസ്. ഏപ്രിൽ 2014 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 5.5 ഇഞ്ചിന്റെ IPS LCD പാനലാണ് ഇതിൽ വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 801 ആണ് ഇതിൽ വരുന്ന പ്രൊസസർ. ഈ ഡിവൈസ് 3GB റാം വേരിയന്റിലും 16GB 64GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 13 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3100 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഡിവൈസിൽ സൈനജൻ മോഡ് OS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 4.4 ആണ് ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ. ഈ ഡിവൈസ് സിൽക്ക് വൈറ്റ്, മിഡ്നൈറ്റ് ബ്ലാക്ക് എന്ന 2 കളർ വേരിയന്റിലാണ് വരുന്നത്. 18,999 രൂപയാണ് ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഈ സൈനജൻ മോഡ് OS വൺപ്ലസ് വണ്ണിൽ മാത്രമാണുള്ളത്. വൺപ്ലസ് വണ്ണിന് ശേഷം വൺപ്ലസ് ലോഞ്ച് ചെയ്ത എല്ലാ ഡിവൈസുകളിലും ഓക്സിജൻ OS ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്രോമാക്സ് വൺപ്ലസിന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്ത് സൈനജൻ മോഡ് OSൽ വരുന്ന ഫോൺസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ മൈക്രോമാക്സിന് മാത്രമാണുള്ളതെന്ന പേരിലാണ് കോടതിയിൽ മൈക്രോമാക്സ് കേസ് ഫയൽ ചെയ്തത്. ഈ ഇഷ്യൂവിന് ശേഷമാണ് വൺപ്ലസ് ഓക്സിജൻ OS ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം വന്ന വൺപ്ലസിന്റെ എല്ലാ ഡിവൈസുകളിലും ഓക്സിജൻ OS ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൺപ്ലസ് വണ്ണിന്റെ സക്സസിന് ശേഷം വൺപ്ലസ് ലോഞ്ച് ചെയ്ത ഡിവൈസാണ് വൺപ്ലസ് 2. ജൂലൈ 2015 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 5.5 ഇഞ്ചിന്റെ IPS LCD പാനലാണ് ഇതിൽ വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 810 ആണ് ഇതിൽ വരുന്ന പ്രൊസസർ. ഈ ഡിവൈസ് 3GB 4GB റാം വേരിയന്റിലും 16GB 64GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 13 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3300 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS ആൻഡ്രോയിഡ് 5.1 ആണ്. ഈ ഡിവൈസ് സ്റ്റാൻഡ് സ്റ്റോൺ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. 22,999 രൂപയാണ് ഈ വൺപ്ലസ് 2ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. വൺപ്ലസ് 2ന് ശേഷം വൺപ്ലസ് ലോഞ്ച് ചെയ്ത ഒരു ബഡ്ജറ്റ് സീരീസ് ആണ് വൺപ്ലസ് എക്സ്. ഒക്ടോബർ 2015 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 5 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 801 ആണ് ഇതിൽ വരുന്ന പ്രൊസസർ. ഈ ഡിവൈസ് 3GB റാം വേരിയന്റിലും 16GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. ഇതിൽ 13 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് വരുന്നത്. 2525 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS ആൻഡ്രോയിഡ് 5.1.1 ആണ്. ഈ ഡിവൈസ് ഒനിക്സ് ബ്ലാക്ക്, സെറാമിക് വൈറ്റ് എന്ന 2 കളർ വേരിയന്റിലാണ് വരുന്നത്. 16,999 രൂപയാണ് ഈ വൺപ്ലസ് എക്സിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. വൺപ്ലസ് 2ന്റെ സക്സസിന് ശേഷം വൺപ്ലസ് ലോഞ്ച് ചെയ്ത ഡിവൈസ് ആണ് വൺപ്ലസ് 3. ജൂൺ 2016 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 5.5 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 820 ആണ് ഇതിൽ വരുന്ന പ്രൊസസർ. ഈ ഡിവൈസ് 6GB റാം വേരിയന്റിലും 64GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS ആൻഡ്രോയിഡ് മാഷ്മെല്ലോ ആണ്. 27,999 രൂപയാണ് ഈ വൺപ്ലസ് 3യുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. വൺപ്ലസ് 3ക്ക് ശേഷം വൺപ്ലസ് ലോഞ്ച് ചെയ്ത ഡിവൈസാണ് വൺപ്ലസ് 3T. നവംബർ 2016 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 5.5 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 821 ആണ് ഇതിൽ വരുന്ന പ്രൊസസർ. ഈ ഡിവൈസ് 6GB റാം വേരിയന്റിലും 64GB 128GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3400 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS ആൻഡ്രോയിഡ് നോഗട്ട് ആണ്. മിഡ്നൈറ്റ് ബ്ലാക്ക്, സോഫ്റ്റ് ഗോൾഡ്, ഗൺ മെറ്റൽ എന്ന ഈ 3 കളർ വേരിയന്റിലാണ് ഈ വൺപ്ലസ് 3T വരുന്നത്. 29,999 രൂപയാണ് ഈ വൺപ്ലസ് 3Tയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. വൺപ്ലസ് 3 സീരീസിന്റെ സക്സസിന് ശേഷം വൺപ്ലസ് 4 സീരീസ് അല്ല ലോഞ്ച് ചെയ്തത്. വൺപ്ലസ് 5 സീരീസ് ആണ് ലോഞ്ച് ചെയ്തത്. ജൂൺ 2017 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 5.5 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 835 ആണ് ഇതിൽ വരുന്ന പ്രൊസസർ. ഈ ഡിവൈസ് 6GB 8GB റാം വേരിയന്റിലും 64GB 128GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 16 മെഗാ പിക്സൽ പ്ലസ് 20 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. 3300 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS ആൻഡ്രോയിഡ് നോഗട്ട് ആണ്. ഗ്രേ, ഗോൾഡ്, ബ്ലാക്ക് എന്നീ 3 കളർ വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. 32,999 രൂപയാണ് വൺപ്ലസ് 5ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. വൺപ്ലസ് 5ന്റെ സക്സസിന് ശേഷമാണ് വൺപ്ലസ് 5T
ലോഞ്ച് ചെയ്തത്. നവംബർ 2017 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.1 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. Qualcomm Snapdragon 835 ആണ് ഇതിൽ വരുന്ന പ്രോസസർ. ഈ ഡിവൈസ് 6GB 8GB റാം വേരിയന്റിലും 64GB 128GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 16 മെഗാപിക്സൽ പ്ലസ് 20 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. 3300 mAhന്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android 7.1.1 ആണ്. റെഡ്, വൈറ്റ്, ബ്ലാക്ക് എന്നീ 3 കളർ വേരിയന്റിലാണ് ഈ ഡിവൈസ് വരുന്നത്. 32,999 രൂപയാണ് ഈ OnePlus 5Tന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. OnePlus 5 സീരീസിന് ശേഷം OnePlus 6 എന്ന മോഡലാണ് OnePlus ലോഞ്ച് ചെയ്തത്. മെയ് 2018 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.28 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. Qualcomm Snapdragon 845 ആണ് ഇതിൽ വരുന്ന പ്രോസസർ. ഈ ഡിവൈസ് 6GB 8GB റാം വേരിയന്റിലും 64GB 128GB 256GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് ഈ ഡിവൈസ് വരുന്നത്. 16 മെഗാപിക്സൽ പ്ലസ് 20 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. 3300 mAhന്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android Oreo ആണ്. മിറർ ബ്ലാക്ക്, മിഡ്നൈറ്റ് ബ്ലാക്ക്, സിൽക്ക് വൈറ്റ്, റെഡ് എന്നീ കളർ വേരിയന്റിലാണ് ഈ OnePlus 6 വരുന്നത്. 34,999 രൂപയാണ് ഈ OnePlus 6ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അടുത്തത് OnePlus 6ന് ശേഷം OnePlus 6T എന്ന മോഡൽ OnePlus ലോഞ്ച് ചെയ്തു. ഒക്ടോബർ 2018 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.41 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. Qualcomm Snapdragon 845 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഡിവൈസ് 6GB 8GB റാം വേരിയന്റിലും 128GB 256GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 16 മെഗാപിക്സൽ പ്ലസ് 20 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. 3700 mAhന്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android Pie ആണ്. മിറർ ബ്ലാക്ക്, മിഡ്നൈറ്റ് ബ്ലാക്ക്, തണ്ടർ പർപ്പിൾ എന്ന 3 കളർ വേരിയന്റിലാണ് ഈ ഡിവൈസ് വരുന്നത്. 37,999 രൂപയാണ് ഈ OnePlus 6ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. നോർമലായിട്ട് OnePlus അവരുടെ ഒരു നമ്പർ സീരീസ് ലോഞ്ച് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഒരു T സീരീസും ലോഞ്ച് ചെയ്യും. ആ യൂഷ്വൽ പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് OnePlus ഇത്തവണ ഫോൺസ് ലോഞ്ച് ചെയ്തത്. OnePlus 7, OnePlus 7 Pro എന്നൊരു മോഡലും കൂടി OnePlus ലോഞ്ച് ചെയ്തു. ഈ പ്രോ മോഡൽ OnePlus 7 Proക്ക് ശേഷമാണ് OnePlus കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് OnePlus 7നെ കുറിച്ച് നോക്കാം. മെയ് 2019 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.41 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. Qualcomm Snapdragon 855 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഡിവൈസ് 6GB 8GB റാം വേരിയന്റിലും 128GB 256GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 48 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. 3500 mAhന്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android 9 ആണ്. മിറർ ഗ്രേ, റെഡ്, മിറർ ബ്ലൂ എന്നീ 3 കളർ വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. 37,999 രൂപയാണ് ഈ OnePlus 7ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അടുത്തത് OnePlus 7 Proനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. മെയ് 2019 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.67 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 90 Hz റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. Qualcomm Snapdragon 855 ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. ഈ ഡിവൈസ് 6GB 8GB 12GB റാം വേരിയന്റിലും 128GB 256GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 48 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 16 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 4000 mAhന്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android 9 ആണ്. മിറർ ഗ്രേ, നെബുല ബ്ലൂ, ആൽമണ്ട് എന്നീ 3 കളർ വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. 48,999 രൂപയാണ് ഈ OnePlus 7 Proന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. OnePlus 7ന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടാണ് OnePlus 7T ലോഞ്ച് ചെയ്തത്. സെപ്റ്റംബർ 2019 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.5 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 19 Hz റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. Qualcomm Snapdragon 855 പ്ലസ് ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. ഈ ഡിവൈസ് 8GB റാം വേരിയന്റിലും 128GB 256GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 48 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 16 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3800 mAhന്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android 10 ആണ്. ബ്ലൂ, സിൽവർ എന്നീ 2 കളർ വേരിയന്റിലാണ് ഈ ഡിവൈസ് വരുന്നത്. 34,999 രൂപയാണ് ഈ OnePlus 7Tന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. OnePlus 7 Proയുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടാണ് OnePlus 7T Pro OnePlus ലോഞ്ച് ചെയ്തത്. ഒക്ടോബർ 2019 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.67 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 19 Hz റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. Qualcomm Snapdragon 855 പ്ലസ് ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. ഈ ഡിവൈസ് 8GB 12GB റാം വേരിയന്റിലും 256GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 48 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 16 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. 4085 mAhന്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android 10 ആണ്.
ഹേസ് ബ്ലൂ കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. 47,999 രൂപയാണ് OnePlus 70 Proയുടെ ഇപ്പോഴത്തെ പ്രൈസ്. OnePlus ഈ വർഷം 2020 രണ്ട് മോഡൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, OnePlus 8, OnePlus 8 Pro. നമുക്ക് OnePlus 8നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഏപ്രിൽ 2020 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.55 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. Qualcomm Snapdragon 865 5G ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. ഈ ഡിവൈസ് 8GB 12GB RAM വേരിയന്റിലും 128GB 256GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 48 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ പ്ലസ് 16 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 4300 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android 10 ആണ്. ഗ്ലേഷ്യൽ ഗ്രീൻ, ഒനിക്സ് ബ്ലാക്ക്, ഇന്റർസ്റ്റെല്ലാർ ഗ്ലോ എന്നീ 3 കളർ വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. 44,999 രൂപയാണ് ഈ OnePlus 8ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അടുത്ത നമുക്ക് OnePlus 8 Proനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഏപ്രിൽ 2020 ഈ ഡിവൈസ് ലോഞ്ച് ചെയ്തത്. 6.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. Qualcomm Snapdragon 865 5G ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. ഈ ഡിവൈസ് 8GB 12GB RAM വേരിയന്റിലും 128GB 256GB സ്റ്റോറേജ് വേരിയന്റിലുമാണ് വരുന്നത്. 48 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 48 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. 4510 mAhന്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS Android 10 ആണ്. ഒനിക്സ് ബ്ലാക്ക്, ഗ്ലേഷ്യൽ ഗ്രീൻ, ബ്ലൂ എന്നീ 3 കളർ വേരിയന്റിലാണ് ഈ ഡിവൈസ് വരുന്നത്. 54,999 രൂപയാണ് OnePlus 8 Proയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഈ വർഷം OnePlus 8, OnePlus 8 Pro കൂടാതെ OnePlus Z എന്നൊരു മോഡലും കൂടി OnePlus ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ OnePlus Xന്റെ ഒരു സക്സസർ ആയിട്ടാണ് OnePlus Z ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ OnePlus Z ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫോണായിരിക്കും. ഏകദേശം ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും OnePlus Z വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.